ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കാരമൽ ഇങ്ങനെ ഒഴുകി കളിക്കുന്നു. ഏത് ഭാഗത്തോട്ടാണ് പോകേണ്ടത് കാരമൽ എന്നൊരു പിടിയുമില്ല. ഹലോ ഫ്രണ്ട്സ്, അനീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു ബ്രെഡ് പുഡിങ്ങുമായിട്ടാണ്. നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഞാനിന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് പാല് വേണം, കുറച്ച് കസ്റ്റാർഡ് പൗഡർ വേണം, പിന്നെ ഇഷ്ടംപോലെ പഞ്ചസാര. എത്ര പഞ്ചസാര ഇടാൻ പറ്റുമോ അത്രയും പഞ്ചസാര നിങ്ങൾ ഇട്ടോ. നിങ്ങൾക്ക് മധുരം എത്രത്തോളം ഇഷ്ടമാണോ അത്രയും മധുരം നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് നമ്മുടെ ബ്രെഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കിതാ ഈ 4 വശങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡിന്റെ വശങ്ങൾ കളയാതിരിക്കാൻ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കളയാതെ നിങ്ങൾക്ക് വേറെ ഉപകാരപ്രദമായിട്ടുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാം. നല്ല ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള 4 മണി പലഹാരം ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതായിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും സാധനം നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. 4 ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു പാത്രം ഇവിടെ വെച്ച് കൊടുക്കാം. പാത്രം ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ടേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര, ചെറിയ സ്പൂണാണ് 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതായത് ഇത് ജസ്റ്റ് വെറും കാരമലിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര മതിയാവും. ഒരു 5 സ്പൂൺ പഞ്ചസാര ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സ്പൂണാണ്. അപ്പോൾ അതിലോട്ടേക്ക് ഞാൻ 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും 1 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വെക്കുക. അത് തനിയെ തന്നെ മെൽട്ടായി നല്ല ആ ബ്രൗൺ കളറുള്ള ഇതായി വരും, കാരമലായി വരും. പുഡിംഗ് ആക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതൊരു നമ്മൾ കേക്കൊക്കെ ആക്കുന്ന പാത്രമാണ്, ഓവനിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിലോട്ടേക്ക് ഞാൻ നെയ്യ് ഇങ്ങനെ നല്ലവണ്ണം തടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതെന്നാൽ അടിയിൽ പറ്റിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അരൂലും അതുപോലെ സൈഡിലും ഒന്ന് നല്ലവണ്ണം നമുക്ക് തടവി കൊടുക്കാം. ബട്ടർ ആയിരിക്കും നല്ലത്. നെയ്യുടെ സ്മെൽ ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരമൽ നല്ല ഇതായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കാരമൽ നല്ല തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ തന്നെ നിങ്ങൾ ആവശ്യമുള്ള പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആക്കിയിട്ടുള്ള മുഴുവൻ കാരമലും ഇപ്പോൾ നമ്മൾ നെയ്ത് വെച്ചത് കണ്ടോ, അതിങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. എവിടെയാണോ എനിക്ക് നിൽക്കേണ്ടത് എന്നറിയാത്തവർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനൊന്ന് എല്ലായിടയ്ക്കും ആക്കി കൊടുക്കാം. ആദ്യം ഒന്ന് എടുത്തതിന് ശേഷം ഓക്കെ എല്ലാ വശത്തും നിങ്ങളൊന്ന് ഇങ്ങനെ എത്തിച്ചു കൊടുക്കണം. കാരമൽ ഉരുണ്ട് കളി എന്ന് ഇനിയാ പറയാം. ഉണ്ടോ, ഒരു വശത്ത് നിന്ന് പോകുമ്പോൾ മറ്റൊരു വശത്തേക്ക്. കാരണം ഇത് നെയ്യ് കുറച്ച് നമ്മൾ നല്ലോണം തടയി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതാണ്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കാരമലാക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 കപ്പ് വെള്ളമല്ല, 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിൻ്റെ സൈസിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ ഞാനൊരു 1.5 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 300 ml എന്ന് പറയാം. അത് അതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പാത്രത്തിൽ വെക്കണം, ഇല്ലെങ്കിൽ പാലാണ് കാരണം മോശമായി പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും പാല് ഞാൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു ഇതിൽ നിറച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മധുരം വേണോ ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഇതിൽ ഇത്രയും പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര അലിയുന്നത് വരെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രെഡ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രെഡ് നമ്മളിതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതായത് നമ്മൾ 4-5 സ്ലൈസ് ബ്രെഡ് നമ്മുടെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓരോരോ സ്പൂണ് അല്ലെങ്കിൽ ഈ 2 സ്പൂണായിട്ട് മാത്രം നിങ്ങൾ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. 1 സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടുത്ത 1 സ്പൂണോ 2 സ്പൂണോ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഫ്ലേവർ നോക്കണം. ഇതിപ്പോൾ കസ്റ്റാർഡ് സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ ആരോഗ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി ഫ്ലേവർ. അപ്പോൾ
നല്ലത് ടേസ്റ്റ് കൂടുതൽ മാംഗോ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പാല് മാത്രം ചേർത്താൽ മതി. കുറച്ചധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ എന്തായാലും അത് കുറുക്കിയെടുക്കുന്നതാണ്. പക്ഷേ കട്ടയാവാതെ നിങ്ങളൊന്ന് കലക്കിയെടുക്കുക, അതാണ് പ്രധാനം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നല്ല കളറൊക്കെ മാറി വന്നു. സ്ട്രോബെറിയുടെ കളർ നല്ല സ്മെല്ല് വരുന്നുണ്ട് സ്ട്രോബെറിയുടെ. എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത് കുറച്ചായിട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ കുറച്ചായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കുക. ഇതേപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഇതിൻ്റെ മിക്സ്ചർ, അതായത് പാലും പഞ്ചസാരയും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും പിന്നെ ബ്രെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ നമ്മുടെ ഈ കാരമലിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ഇതും നമുക്ക് ഇതേപോലെ തുടച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കൈവിടാതെ ഇളക്കി കൊണ്ടുവയ്ക്കണം. അതൊരു പ്രധാന ഒരു കാര്യമാണ്. അതായത് കൈ വിട്ട് പോയാൽ എപ്പോൾ കട്ട കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കാരമലായിരുന്നു, കാരമൽ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് പാലും അതുപോലെ തന്നെ ഷുഗറും നമ്മുടെ കസ്റ്റാർഡ് പൗഡറും ഒക്കെ ചേർത്ത് അതിലേക്ക് ബ്രെഡ് പൊടിച്ചിട്ടുള്ള ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആക്കി നമ്മൾ ആ കാരമലിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന തരത്തിൽ നമ്മുടെ പാത്രത്തിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് എല്ലാ വശത്തും ഒരേപോലെ ആവുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊന്ന് ഇങ്ങനെ കുലുക്കി കൊടുക്കണം. കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഉള്ളിൽ ബബിൾസ്, അതായത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എയർ പോകുന്ന ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ലായി കിട്ടും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഇറങ്ങുമോ അല്ലെങ്കിൽ ശരിക്കും ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഒന്ന് മുട്ടിക്കൊടുക്കാം. അതിനുശേഷം നല്ലൊരു അലുമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒറ്റും. കാരണം ആവിയിലല്ലേ നമ്മൾ വെക്കുന്നത്, അപ്പോൾ വെള്ളം ഒറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ അങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഈ കാണുന്ന തരത്തിലുള്ള ഒരു ആവി പാത്രത്തിലേക്ക് നേരെ താഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു 10-15 മാക്സിമം 20 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താണ് ആയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. A few moments later. അപ്പോൾ നമ്മുടെ പുഡിംഗ് ആക്കാൻ വേണ്ടി ആവി പാത്രത്തിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ് നല്ല നെയ്യൊക്കെ തടയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ട് ഇപ്പോൾ നമ്മളതിൻ്റെ കവറിങ്ങളിൽ ഒന്ന് മാറ്റി നോക്കുകയാണ്. തണിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൈ അമർന്നൊന്നും പോകുന്നില്ല. ഏകദേശം നല്ല വെന്ത് വന്നു, ആവി കയറി നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. കാരമലൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനി ഇത് നല്ലവണ്ണം ഒരു 2 മണിക്കൂർ പുറത്ത് ഇതേപോലെ വെക്കുക. അതിനുശേഷം നേരെ ഫ്രിഡ്ജിൽ കയറ്റി ബാക്കി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നാളെ കഴിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെഡിയായത്. നല്ല കാരമലൊക്കെ മുകളിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. നല്ലവണ്ണം കാരമൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളൊരു കയ്യിലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ മറച്ചു പിടിക്കുക. ഓക്കെ, വീഴാതെ നോക്കണം. മറച്ചു പിടിക്കുക. എന്നതിന് ശേഷം എന്ത് വേണമെന്ന് വെച്ചാൽ റെഡി 1 2 3 ഗോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കത്തി എടുക്കുക. 4 മുട്ട കൊടുക്കുക. 4 മുട്ട മുട്ടാൻ പാടുള്ളൂ. അതിനുശേഷം ഇങ്ങനെയൊന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല കുറച്ചൊക്കെ ഇതിന് പറ്റിപ്പോയിട്ടുണ്ട്. ചെറിയൊരു ഭാഗത്ത് മാത്രം. ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലായിടയ്ക്കും ഫില്ലായിട്ടുള്ള നമ്മുടെ പുഡിങ് റെഡിയാണ്. നമ്മുടെ നല്ല കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. കാരമൽ ഇങ്ങനെ ഒഴുകി കളിക്കുന്നു. ഏത് ഭാഗത്തോട്ടാണ് പോകേണ്ടത് കാരമൽ എന്നൊരു പിടിയുമില്ല. അപ്പോൾ ഒഴുകി കളിക്കുന്ന കാരമലിൽ നല്ല പുഡിങ് ഇങ്ങനെ കാണാൻ പറ്റുന്ന നിങ്ങൾക്കൊരു പീസ് ഇങ്ങനെ എടുക്കാം. ഒരു കത്തിയുടെ മുകളിലാക്കിയിട്ട് കണ്ടോ, നല്ല കാരമലിൽ ഒഴുകി കളിക്കുന്ന പുഡിങ് ഇപ്പോൾ നമ്മളിവിടെ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അത് കമന്റിൽ മെൻഷൻ ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്യുക. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പുതിയ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ്. നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ റെസിപ്പീസും ഇതിന്റെ കൂടുതൽ ഇമേജസും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ബൈ. റെഡി, സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ ആരൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി ഫ്ലേവർ. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രോബെറി ഫ്ലേവർ മേടിച്ച് വെക്കുന്നത്. ഫ്ലേവർ